ഇവിടെ പറയേണ്ടത് ഒന്നിനും കൊള്ളാത്ത ഒരു വനംവകുപ്പായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എൻ.കെ. പ്രേമേന്ദ്രൻ എം.പിയുടെ ചോദ്യത്തിന് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഈ വന്യജീവി ആക്രമണത്തിലെ മരണങ്ങളുടെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. 2021-22 കാലയളവിൽ മരിച്ചത് 114 പേരാണ്. അതുപോലെ തൊട്ടടുത്ത വർഷം 22-23 98, 23-24 94, ഈ ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് 10 പേര്. അതായത് 3.5 വർഷത്തെ 2021 ശേഷമുള്ള ഒരു 3.5 വർഷത്തെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ സർക്കാരിൻ്റെ കാലത്തെയാണ് ഞാൻ പറയുന്നത്, 3.5 വർഷത്തിനിടെ 316 മരണം. ഈ ജീവികളൊക്കെ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവരുടെ ആവാസ സ്ഥലം കയറി എടുത്തത് കൊണ്ടാണ്, അവിടേക്ക് കയറി താമസിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ എൽദോസ് നടന്നുപോയത് സ്വന്തം വീട്ടിലേക്കുള്ള വഴിയിലാണ്. അല്ലാതെ ബസ് ഇറങ്ങി ആ വീട്ടിലേക്കുള്ള വഴിയിൽ നടന്നു പോകുമ്പോഴേക്കും ആന വന്ന് ആക്രമിക്കുകയായിരുന്നു. ചവിട്ടി ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത്. ആന്തരിക അവയവങ്ങളടക്കം ചിതറിപ്പോയി ഇന്നലെ. അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടും അതിൽ എത്രത്തോളം ലാഘവത്തോടെയാണ് മറുപടി പറയുന്നത്, വിഷയങ്ങളെ ടേക്കപ്പ് ചെയ്യുന്നത്.